പടച്ചതമ്പുരാനേ, എന്താണിത് കോലൊക്കെ കുത്തി ഇറക്കണുണ്ടല്ലോ. അടിക്കൂടെ വരണ്ടേ? പഠിച്ചുവനെ ഞാനത് കൊണ്ട് പോണതാ. പെരച്ചാല് പോലത്തോളത് കുത്തമ്മിനാറ് പോലെ ആക്കി കളഞ്ഞല്ലോ. ഈ ഒരു ഓർഡർ തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ആളും ഞാനും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു കറക്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഇത് കേൾക്കുമ്പം അവൾ മേ ബി എന്നെ ചവിട്ടും. എന്നാലും കുഴപ്പമില്ല. അപ്പം 10th വരെ ഇല്ല കേട്ടോ. അതിൻ്റെ മുന്നേ 8th തന്നെയാണെന്ന് തോന്നുന്നു. 8th 7th 6th അതിലേതോ ഒരു ക്ലാസ്സിൽ നിന്ന് അവൾ വേറെ ഏതോ സ്കൂളിലേക്ക് മാറി. അപ്പോൾ പിന്നെ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ +1 +2 ആണ് പിന്നെ നമ്മൾ മീറ്റ് ചെയ്തത്. പിന്നെ ഉള്ളത് നമ്മളുടെ ഇയർലി ഉള്ള ഉത്സവം, നമ്മളുടെ ഇവിടെയുള്ള നാരായണശ്ശേരി അമ്പലത്തിലുള്ള ഉത്സവം, അങ്ങനെ. പിന്നെ ഈ ഓർഡർ തന്നപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു ചെറിയൊരു സീനുണ്ട്, നമുക്ക് ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ ടോപ്പർ മസ്റ്റാണ്. അപ്പോൾ ടോപ്പർ ഇല്ലാതൊരു വേറെ എന്തിലും നമ്മൾ ചെയ്താലും ആ ഒരു ലുക്ക് കിട്ടില്ല. സോ അവൾ പറഞ്ഞു എന്തായാലും അവർക്ക് പോകാനുണ്ട്, കാലിക്കറ്റ് പോകാനുണ്ട്, സോ അവിടെ നിന്ന് സെറ്റാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സെറ്റാക്കിയെടുത്തൊരു ടോപ്പറായിരുന്നു കേട്ടോ അത്. അപ്പം എന്തുകൊണ്ടും ആ ഒരു ടോപ്പറും കൂടെ കേക്കിലേക്ക് വരുമ്പം ഉള്ളൊരു ലുക്ക് വേറെ തന്നെയാണ്. സോ കേക്ക് അവർ ഒരു വൈറ്റിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈറ്റ് കേക്ക് മതി എന്ന് പറഞ്ഞു, ഒരു ഓഫ് വൈറ്റ് കേക്കിലാണ് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടു തന്നായിരുന്നു. പിന്നെ ഈ ഫ്ലവറിന് ഒരു ചെറിയൊരു പിന്നാമ്പുറം സ്റ്റോറി ഉണ്ട്. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ശേഷമാണ് ഞാനിത് കാണുന്നത്. എന്തുകൊണ്ടും ഐ തിങ്ക് ഞാൻ അന്നൊരു ബൊക്കെ ഉണ്ടാക്കിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഈ ഒരു ഫ്ലവർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈ ഒരു ഫ്ലവർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേടിച്ച് വെച്ചാണ് കേട്ടോ. എനിക്ക് കേക്കിൻ്റെ എന്താ പറയുക, ഈ ഫ്ലവർ ടോപ്പർ അതൊക്കെ എന്തെങ്കിലും ഒരു വെറൈറ്റി കാണുകയാണെങ്കിൽ അത് ഞാൻ മേടിച്ച് വെക്കും. പിന്നെ ഇന്ന കേക്കിനേക്ക് വേണ്ടിയിട്ട് എന്ന് വിചാരിച്ച് വാങ്ങുകയായിരിക്കില്ല, എന്തോ ഒരു ക്രേസിൽ അങ്ങ് വാങ്ങി വെക്കുന്നതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ഓർഡർ വന്നാൽ എടുത്തിട്ട് ചാമ്പും. പക്ഷേ അത് നല്ല രസമുണ്ടാവും കാണാൻ, നല്ല രസമല്ലേ. അങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ചിലത് കേക്കിൻ്റെ കൂടെയൊക്കെ പോകട്ടോ, ചിലത് ഇപ്പോഴും ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ അപ്പം കേക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കൊയിലാണ്ടി ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി കേട്ടോ. സോ അവർ വന്ന് പിക്ക് ചെയ്തതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ഡേ ഇട്ട വീഡിയോ ആണ്, ഷോർട്സ് ആണ്. സോ ഇതിന് ഇത്രയും വ്യൂസ് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിവേ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോ ലൈക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തിടെയാണ്. ബൈ.